ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ സ്പീഡ് റാമ്പിംഗ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ ഒരു ക്ലിപ്പ് വലിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിപ്പ് ഒന്ന് ആദ്യം പ്ലേ ചെയ്ത് കാണിച്ചു തരാം എങ്ങനത്തെ ക്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. അതായത് ഒരു ഡ്രോൺ ഷൂട്ടാണ്. പള്ളിയുടെ മുകളിൽ നിന്നും ഇങ്ങനെ റൗണ്ട് ചെയ്ത് പള്ളിയെ കാണിക്കുന്ന ഒരു ഡ്രോൺ ഷൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മളൊരു സ്പീഡ് റാമ്പ് ആഡ് ചെയ്യാൻ പോകണം. അതായത് കുറച്ച് ദൂരം പതുക്കെ ഈ ഒരു പള്ളി ഇങ്ങനെ കറങ്ങി വരുന്നു, പെട്ടെന്ന് സ്പീഡ് കൂട്ടുന്നു, എന്നിട്ട് അടുത്ത കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്പീഡ് കുറച്ച് നോർമലിലേക്ക് പോകുന്നു. ഈ ഒരു സ്പീഡ് റാമ്പാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+R പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവും. അതിനുശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എവിടം തൊട്ടാണോ നമുക്ക് സ്പീഡ് കൂട്ടേണ്ടതെന്നും എവിടം വരെയാണ് സ്പീഡ് കൂട്ടി വയ്ക്കേണ്ടതെന്നും കണ്ടുപിടിക്കണം. 2 പോയിൻ്റ്. അതിനായിട്ട് ജസ്റ്റ് വീഡിയോ ഒന്നിങ്ങനെ കറക്കി കണ്ടിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ, വീഡിയോയുടെ ഫ്രണ്ട് ഭാഗം എത്തുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് അടുത്ത ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ എത്തുമ്പോൾ നോക്കട്ടെ, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വീഡിയോയുടെ സ്പീഡ് കൂട്ടാം. അതിനായിട്ട് പ്ലേ ഹെഡ് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴ്ഭാഗത്ത്, അതായത് ഏറ്റവും സെൻറ്റർ ഭാഗത്ത് ഈ താഴെയായിട്ട് നോക്കുമ്പോൾ ഒരു ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് സ്പീഡ് പോയിൻ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് വീണിട്ടുണ്ടാവും, കണ്ടോ? എന്നിട്ട് ഇത് വേറൊരു വീഡിയോ ആയിട്ടും ഇത് വേറൊരു വീഡിയോ ആയിട്ടും സെക്ഷൻ തിരിഞ്ഞ് കാണാം. അപ്പോൾ നിങ്ങൾ 2 സ്ഥലത്തും സ്പീഡ് കാണാനായിട്ട് വരും. ഇവിടെ 100% കാണാം, ഇവിടെയും കാണാം അല്ലേ? ഇതുപോലെ നമ്മൾ ഇനി എവിടം വരെയാണോ സ്പീഡ് കൂട്ടാൻ പോകുന്നത് അതും കൂടി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കറങ്ങി ഇങ്ങനെ പള്ളി കാണിച്ച് ഇതുവരെ നമുക്ക് വേണമെങ്കിൽ സ്പീഡൊന്ന് കൂട്ടാം. ഇങ്ങനെ ഇവിടെ തൊട്ട് പിന്നെ സ്ലോ ആയാൽ മതി. ഓക്കെ, ആ ഒരു പോയിന്റ് നമ്മൾ ഈ ഒരു പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് സ്പീഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 സ്പീഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമുക്ക് സ്പീഡ് കൂടേണ്ടത് അല്ലേ? അപ്പോൾ വീഡിയോ ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലേ ആയി വരുന്നു. ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കൂടണം, സ്പീഡ് കൂടിയിട്ട് ഇവിടെ എത്തുമ്പോൾ സ്പീഡ് കുറയണം അല്ലേ? അതിനായിട്ട് ഈ കാണുന്ന 2ാമത്തെ സ്പീഡ് പോയിന്റിലെ ഇതിൻ്റെ മുകൾ ഭാഗം പിടിച്ചിട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാം നമ്മുടെ സ്പീഡ് കൂടി വരുന്നതായിട്ട്. കണ്ടോ? ലെഫ്റ്റിലേക്ക് വലിക്കുക. അതേപോലെ വലതോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് വലിച്ച് നല്ല രീതിയിൽ സ്പീഡൊന്ന് കൂട്ടി വയ്ക്കുകയാണ്. നല്ല സ്പീഡ് കൂട്ടി വയ്ക്കുകയാണ്. ഓക്കെ, ഒരു 600-700% ഒക്കെ കഴിഞ്ഞു പോയി. സ്പീഡ് നല്ല രീതിയിൽ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകൾ ഭാഗം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ കൂട്ടും ചെയ്യാമെങ്കിൽ ഈ താഴ്ഭാഗം എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ഇവിടെ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ സ്പീഡിൽ ഒരു പ്രശ്നമില്ലാതെ, ഇപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സ്പീഡുകൾക്കൊന്നും ഒരു മാറ്റം വരാതെ ഈ പ്ലേ ആയിട്ട് നമ്മൾ വച്ചിട്ടല്ലേ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിൽ ഇത്ര ഏരിയ പോരാ, അത് കുറച്ചും കൂടെ നീളത്തിന് സ്പീഡ് വേണം എന്നാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ വീഡിയോയിൽ ആ പോയിന്റ് മാറുന്ന കാണാം. ഈ സ്പീഡിനൊന്നൊരു വ്യത്യാസം പറ്റില്ല. വീഡിയോയിൽ എത്രമാത്രം നീളത്തിന് സ്പീഡ് ഈ ഒരു സെക്ഷൻ നമുക്ക് വേണം എന്നുള്ള തീരുമാനിക്കാനാണ് ഈ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? സ്പീഡിലൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ആ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും, വീണ്ടും പൊസിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ഇങ്ങനെ ചുരുക്കി തന്നെ വെച്ചേക്കാം. ഇനി നമുക്കൊന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നടന്നത് എന്താ? വീഡിയോ പ്ലേ ആയപ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂടുകയും പെട്ടെന്ന് സ്പീഡ് കുറയുകയും ചെയ്തു. നമുക്ക് അങ്ങനെയല്ലേ വേണ്ട, കുറച്ച് സ്മൂത്ത് ആക്കണം. അതായത് സ്പീഡ് പതുക്കെ കൂടുകയും പതുക്കെ കുറയുകയും വേണം അല്ലേ? അതായത് പെട്ടെന്ന് ജർക്കിങ് പോലെ ചാടി സ്പീഡിലോട്ട് വീണ് പെട്ടെന്ന് സ്പീഡ് കുറയുന്ന ആ ഒരു ഫീല് വേണ്ടാതെ നല്ല സ്മൂത്തായിട്ട് സ്പീഡ് കൂടുക, അതുപോലെ സ്മൂത്തായിട്ട് സ്പീഡ് കുറയുക. അതിനെന്താ ചെയ്യേണ്ടത്? അതിനായിട്ട് നിങ്ങളുടെ ഈ ടൈം ലൈൻ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഷോ കീ ഫ്രെയിം ട്രേ എന്നും പറഞ്ഞെഴുതിയിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. നമ്മൾ അതിനെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിന് പൊക്കിക്കൊണ്ട് വരാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീനും കൂടി ശകലം ഇവിടെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇനിയും കുറച്ചുകൂടി മുകളിലോട്ട് ഇങ്ങനെ വയ്ക്കുക. ഇത് നമ്മുടെ വീഡിയോ കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ടൈം ലൈൻ കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്ത ഏരിയ ഇവിടെ ആയിട്ട് കാണാം. കണ്ടോ? അപ്പോൾ ഇത് കറക്റ്റ് സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ?
ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഈ സൈഡിൽ ഈ ഒരു ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക, അതായത് ഇങ്ങനെ ഒരു ലൈനൊന്നും കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് വിത്ത് കീ ഫ്രെയിംസ് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓൾറെഡി അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് സ്പീഡിൻ്റെ മാത്രമല്ല വേറെയും കുറേ ഓപ്ഷൻസ് വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ഓൾ പാരാമീറ്റേഴ്സ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വരും. നമുക്ക് സൂം ചെയ്യാനുള്ളത്, അതായത് സൂം ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഇല്ല. അതുപോലെ പല രീതിയിലുള്ള കീ ഫ്രെയിമുകൾ ചെയ്യാനുള്ള പൊസിഷൻസ്, റൊട്ടേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കീ ഫ്രെയിം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് വിത്ത് കീ ഫ്രെയിംസ് എന്നുള്ളത് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇവിടെ സ്പീഡിന് വേണ്ടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മാത്രം പാരാമീറ്റേഴ്സിൻ്റെ കർവ് ഇവിടെ കാണിച്ചു തരും, ഗ്രാഫ് ഇവിടെ കാണിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലൈൻ ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഈ ഒരു റെഡ് ടൈം സ്പീഡ് എന്ന് എഴുതിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കർവ് കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് എനേബിൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഓഫായി കിടക്കും, അതൊന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈൻ, നീല ലൈൻ കണ്ടോ, ഇത് കാണാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കർവ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ലൈൻസ് എന്ന് കാണാം. ഇതിങ്ങനെ കിടക്കുവാണെങ്കിൽ ഇങ്ങനെ കുത്തു മാത്രമേ കാണാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഈ ഒരു കീ ഫ്രെയിം കർവ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ലൈനും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഇപ്പോൾ സ്ക്വയർ കണക്കിലിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലേ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു സെക്ഷൻ എത്തുമ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂടുന്നു, പെട്ടെന്ന് സ്പീഡ് കുറയുന്നു, അങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ കർവ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഇവിടെ 2 പോയിന്റ് കാണാം. ഈ 2 പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഈ 2 പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ തൊട്ട് മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈസ് ഇൻ എന്നും ഈസ് ഇൻ ആൻഡ് ഔട്ട്, ഈസ് ഔട്ട് എന്നും കാണാം. അതിൽ നടുക്കത്തെ ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഇതൊരു കർവ്, ഒരു ഗോപുരം പോലെ ഒരു കർവായിട്ട് അങ്ങ് മാറും. കണ്ടല്ലോ. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാലും മുമ്പത്തെക്കാളും കുറച്ചുകൂടി സ്മൂത്തായി കാണും. കാരണം ഇവിടെ സ്ക്വയർ അല്ലായിരുന്നോ ഈ ഒരു ഭാഗത്ത്, ഇപ്പം ജസ്റ്റ് ഒരു കർവ് കണക്കായിട്ടുണ്ട്. കണ്ടായിരുന്നോ? അപ്പോൾ നമുക്കൊന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ഇനി സ്മൂത്ത് ആക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഈ 2 പോയിന്റിലെ ഈ പോയിന്റ് ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം 2 കുത്തുകൾ കാണാം. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കുത്തിൽ പിടിച്ചിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കർവ് കുറച്ചുകൂടി ഇങ്ങനെ വലിഞ്ഞ് നീളുന്നതായിട്ട് കാണാം. കണ്ടോ. അപ്പോൾ അതിനെ നിങ്ങൾ വലിച്ച് നീട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇപ്പുറത്തെ കുത്തിലും കർവുണ്ട്, അതിങ്ങനെ വലിച്ച് നീട്ടാം. അപ്പോൾ ഈ കർവ് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. അതുപോലെ ഇതിനകത്തും ഒരു ഡോട്ട് കാണും. അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു അകത്ത ഡോട്ട് പതുക്കെ ഇങ്ങനെ അകത്തോട്ട് ചുരുക്കുക, വെളിയിലോട്ടല്ല. അപ്പം ഈ ഒരു ഇവിടുത്തെ കർവും താന്നുകാന്ന് വരണ കാണാം. അതുപോലെ ഇവിടെ ഉണ്ട്, അതും പതുക്കെ അകത്തേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. ഇതും ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് കറക്റ്റ് കർവാക്കി എടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു ഷെയ്പ്പിനാക്കി തന്നെ എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളൊരു ഏകദേശം ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. കണ്ടോ, ഇപ്പം മുമ്പത്തെക്കാളും നല്ല സ്മൂത്തായി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് സ്പീഡ് റാമ്പ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇനി തിരിച്ചും ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്ത് എങ്ങനെയാണ്, ഇതിൻ്റെ നടുക്ക് സ്പീഡ് കൂട്ടി, ഇനി നമുക്ക് വേണമെങ്കിൽ അപ്പുറം ഇപ്പുറം നല്ല സ്പീഡ് കൂട്ടിയതിന് ശേഷം നടുക്ക് സ്പീഡ് കുറയ്ക്കുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിയാലോ. ആദ്യം സ്പീഡ് നമ്മൾ കുറയാൻ പോകുന്നൊരു പൊസിഷൻ കണ്ടുപിടിക്കുക. ജസ്റ്റ് വീഡിയോ ഇങ്ങനെ ഓടിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സ്ലോ മോഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സ്ലോ മോഷൻ ഇവിടെ കൊടുക്കാം. ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ കൺട്രോൾ R ഞെക്കിയിട്ട് ഈ ഒരു ആരോയിൽ ഞെക്കിയിട്ട് ആഡ് സ്പീഡ് പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വന്ന് കാണും. എന്നിട്ട് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ സ്ലോ മോഷൻ ആഡ് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ തൽക്കാലം വയ്ക്കാം, പിന്നീട് നമുക്കിത് മാറ്റാമല്ലോ. തൽക്കാലം ഇവിടം വരെ നമുക്കൊരു സ്ലോ മോഷൻ എടുക്കാം. എന്നിട്ട് വീണ്ടും അതുപോലെ ആ ബ്ലാക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് സ്പീഡ് പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്പീഡ് പോയിന്റ് കൊടുത്തു. നമുക്ക് ഈ വീഡിയോ ഒന്ന് ചെറുതാക്കാം. ആൾട്ട് ഞെക്കിയിട്ട് സ്ക്രോൾ ചെയ്താൽ മതി കേട്ടോ. മൗസ് പോയിന്റ് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി സ്പീഡ് കുറയ്ക്കാൻ പോകുന്ന ഏരിയ. ഇതാണ് നമ്മളപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ മുകളിലത്തെ ഈ ഒരു പോയിന്റ് ഒന്ന് ഞെക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മതി. സ്പീഡ് കുറഞ്ഞ് വരുന്നത് കാണാം. ഒരുപാട് കുറയ്ക്കേണ്ട, കാരണം ഈ വീഡിയോയ്ക്ക് ഫ്രെയിം റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടാക്കി കഴിഞ്ഞാൽ ജെർക്കിങ് വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 70 അല്ലെങ്കിൽ 75 ഒക്കെ ഇട്ടേക്കാം. നമുക്കൊരു 74
പെർസെൻറ്റേജ് ഞാൻ കുറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാരണം തൊട്ടപ്പുറം അപ്പുറമുള്ള വീഡിയോസിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടാൻ പോകില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് വലുതായിട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്കിനി ഈ സ്പീഡ് കൂട്ടാൻ എന്ത് ചെയ്യണം? ഈ ഒരു മുകൾ ഭാഗത്ത്, അതായത് ഈ ക്ലിപ്പിൻ്റെ ടൈം ലൈനിലെ ക്ലിപ്പിൽ മുകൾ ഭാഗത്ത് വന്നിട്ട് മൗസ് പോയിൻ്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ 2 ആരോ മാർക്കായിട്ട് മാറും. എന്നിട്ട് ഞെക്കി പിടിച്ച് അകത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ മാത്രമായിട്ട് സ്പീഡ് കൂടുന്നതായിട്ട് കാണാം. കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ സ്പീഡ് കൂട്ടി. നമുക്കിതിനെ കുറച്ചും കൂടി നീക്കി വയ്ക്കാം കേട്ടോ. വീഡിയോ കുറച്ച് ചേർത്ത് വെച്ചു. എന്നിട്ട് അതേപോലെ ഇങ്ങനെ അറ്റത്തും നമ്മൾ സ്പീഡ് കൂട്ടാൻ പോവുകയാണ്. ഇങ്ങനെ വലിച്ചുകൊണ്ട് വരിക, സ്പീഡ് കൂടും. കണ്ടോ? സ്പീഡ് കൂട്ടിക്കൊണ്ട് വരിക. ഫൈൻ, യെസ്. അപ്പുറം ഇപ്പുറം ഒരേ സ്പീഡാണെന്ന് അറിയാനായിട്ട് ഈ ഗ്രാഫിൽ നോക്കിയാൽ മതി. ഈ 2 ലൈനും കറക്റ്റ് ആണെങ്കിൽ ഒരേ സ്പീഡായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ ഒന്ന് കുറച്ചുകൂടി സ്പീഡ് കൂട്ടി നോക്കിയാൽ അപ്പോൾ മറ്റേ ലൈൻ താന്നു പോകുന്നുണ്ടോ? ഇത് കുറച്ചുകൂടി സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ സ്പീഡ് അപ്പുറത്തും ആക്കാം കേട്ടോ. കുറച്ചുകൂടി ഇങ്ങോട്ട് വെച്ചിട്ട് വീഡിയോ കുറച്ച് സൂം ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറച്ചുകൂടി സ്പീഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മതി. വീഡിയോ കുറച്ചുകൂടി നീക്കി വയ്ക്കാമേ. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഏരിയ, ഈ നടുക്കുള്ള ഏരിയയിലെത്തി സ്ഥലം കൂടിപ്പോയല്ലേ, സ്ലോ മോഷൻ ആവുന്ന ഏരിയ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കുറയ്ക്കാം. അതിനായിട്ട് ഈ മുകളിലത്തെ പോയിൻ്റ് ഞെക്കി പിടിച്ച് അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. അതിന് വരായിട്ട് നമ്മൾ താഴത്തെ പോയിൻ്റ് ഞെക്കിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ പോയിൻ്റ് മാറി ഇങ്ങോട്ട് വരും. ഓക്കെ, ഇത്രയും സ്ലോ മോഷൻ കിടക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. പെട്ടെന്ന് സ്ലോ ആവുന്നു, പെട്ടെന്ന് സ്പീഡ് കൂടുന്നു, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? നേരത്തെ ചെയ്തതുപോലെ സ്പീഡ് പതുക്കെ കുറയുന്നു, പതുക്കെ കൂടുന്നു, അങ്ങനെ വേണം. അതിനായിട്ട് ഈ 2 പോയിൻ്റ് ഒന്ന് ആദ്യം സെലക്ട് ചെയ്യുക. ഇവിടുത്തെ 2 പോയിൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ ഇൻ ആൻഡ് ഔട്ട് ഈസ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു കർവ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാമല്ലോ. ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ കർവുകൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഇതിനെ സ്മൂത്താക്കി എടുക്കാം. അതുപോലെ ഇത് ഇവിടെയും കർവുണ്ട്, അത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഷേപ്പായി യു ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? പെട്ടെന്ന് സാധാരണയായിട്ട് നിൽക്കുന്നു. യെസ്, ഓക്കെ. മറ്റേതിനേക്കാളും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഈ അകത്തുള്ള പോയിൻ്റൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി നമുക്കിതേ കണക്ക് കർവിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. മനസ്സിലായല്ലോ? അത് നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ സ്പീഡ് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സ്പീഡ് റാമ്പിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ക്ലിപ്പുകളും ഇട്ട് ഇതേ കണക്ക് ചെയ്ത് പഠിക്കുക. പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇതൊരു ബേസിക്കാണ്. അതായത് എങ്ങനെയാണ് ഈ സ്പീഡ് റാമ്പിങ്ങിൻ്റെ ബേസിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് എങ്ങനെയാണ് ഒരു സ്പീഡ് റാമ്പിങ് ഉപയോഗിച്ച് ഒരു വീഡിയോയിൽ നിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നതും മോഷൻ ബ്ലർ ആഡ് ചെയ്യുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. നമ്മുടെ ചാനലിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ലൈവ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്ലാസ്സോ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.